കുറച്ചു മുൻപ് ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. നിപ ആശങ്കയ്ക്കിടെ മലപ്പുറത്ത് എംപോക്സ് ഭീതിയുമുണ്ട് എന്നുള്ളതാണ് മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്ത. ദുബായിൽ നിന്നെത്തിയ ഒതായി സ്വദേശി രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ്. ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മലപ്പുറത്തിന് പുറമെ കോഴിക്കോട്ടും പാലക്കാട്ടും നിപ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. യുവാവിന്റെ റൂട്ട് മാപ്പ് അനുസരിച്ച് മലപ്പുറം ജില്ലയിൽ 175 പേരാണ് സമ്പർക്ക പട്ടികയിൽ വന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും അഷ്കർ അലി, ഇപ്പോൾ ഈ മങ്കി പോക്സിന്റെ ലക്ഷണം കൂടി, എംപോക്സിന്റെ ലക്ഷണം കൂടി വരുന്നുണ്ട്. അത് രാജ്യവ്യാപകമായി നിരീക്ഷണത്തിൽ പോകണം എന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി ലക്ഷണങ്ങൾ കണ്ടയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതാണോ? ഇയാളുടെ ലക്ഷണങ്ങൾ എങ്ങനെയുണ്ട്? സ്രവ പരിശോധനാ ഫലം എപ്പോഴേക്കായിരിക്കും വരിക? സുജയ, കഴിഞ്ഞ ആഴ്ചയാണ്, ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ദുബായിൽ നിന്നും മലപ്പുറം ഒതായി സ്വദേശിയായിട്ടുള്ള ആൾ നാട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇയാൾക്ക് രോഗലക്ഷണങ്ങൾ കൊണ്ടതോടെ തന്നെ ഇയാൾ സ്വയം ജാഗ്രത പാലിച്ച്, സ്വയം നിയന്ത്രണം പാലിച്ചു എന്നപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റുള്ള ആളുകളുമായി ഇടപഴകലിൽ നിന്നും ഇയാൾ സാമൂഹ്യ അകലം പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത കുറവാണ്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗം കൂടിയാണ് എംപോക്സ്. അതുകൊണ്ടുണ്ടാകുന്ന സ്വാഭാവിക ആശങ്ക നിലനിൽക്കുന്നു. മാത്രമല്ല, ലോകത്താകമാനം എംപോക്സിൻ്റെ തന്നെ ഒരു വകഭേദം വലിയ തോതിൽ വ്യാപിക്കുകയും UN അടക്കം ഈ വിഷയത്തിലൊരു ലോകത്ത് തന്നെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തിന് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മങ്കി പോക്സ് ലക്ഷണവുമായി ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്കിൻ ഡോക്ടറെ കാണാനെത്തുന്നത്. ഇയാൾക്ക് പനിയാണ് ഉണ്ടായിരുന്നത്. പനിയോടൊപ്പം തന്നെ ചിക്കൻ പോക്സിന് സമാനമായ രീതിയിൽ തന്നെ ശരീരത്തിൽ വലിയ തോതിൽ തുടുപ്പുകൾ മറ്റും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇയാളെ നിരീക്ഷണത്തിലേക്ക് മാറ്റി. ഇന്നലെയാണ് ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. വൈകാതെ തന്നെ അതിൻ്റെ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആശങ്ക നിപ്പ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ എംപോക്സിൻ്റെ കേസിൽ കൂടി ഒരാൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. നിപ്പയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജില്ല വലിയ ആശ്വാസത്തിലേക്ക് പോയി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ടെസ്റ്റ് ചെയ്ത 13 പേരുടെ, അത് ഹയസ്റ്റ് റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഈ 13 പേർ. ഈ 13 പേര് സ്രവ പരിശോധനാ ഫലവും നെഗറ്റീവായി എന്നുള്ളത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. മാത്രമല്ല, ഈ നിപ്പ ബാധിച്ച് മരിച്ച ആൾക്ക് അയാളിൽ നിന്നും രോഗവ്യാപനമായി കണക്ക് കൂട്ടുന്ന ദിവസം 8-ാം തീയതി 9-ാം തീയതിയുമാണ്. ഈ ദിവസങ്ങളുമായി അടുത്തിടപഴകിയ ആളുകൾക്ക് കാര്യമായ രോഗലക്ഷണമുള്ള ആളുകളൊക്കെയായിരുന്നു ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നത്. ആ പരിശോധന സാമ്പിളുകളാണ് ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കുന്നത്. ജില്ലയ്ക്ക് വലിയ തോതിൽ ആശ്വാസമാണ്. മാത്രമല്ല, മറ്റ് പരിശോധന ഇപ്പോൾ 175 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അത്തരത്തിൽ രോഗലക്ഷണം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വലിയ തോതിൽ രോഗലക്ഷണങ്ങൾ ഉള്ളതായി ഇപ്പോൾ നിലവിൽ മറ്റാരും തന്നെയില്ല. അതും ജില്ലയ്ക്ക് വലിയ ആശ്വാസം തന്നെയാണ്. എന്തായാലും വൈകാതെ തന്നെ നിപ്പയുടെ കാര്യത്തിൽ ജില്ല പൂർണ്ണമായും ആശ്വാസ തീരത്തേക്ക് അടിയും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത്. സുജിയ.